Hello, assalamu alaikum. Welcome back to my channel Lubna's Cloud. It's me Lubna. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ കാർഡ് ട്രാൻസ്പാരന്റ് രീതിയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റിൽ നമുക്ക് എങ്ങനെയാണ് വെഡ്ഡിംഗ് കാർഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഷീറ്റിന് പറയുന്ന ട്രാൻസ്കുലൻ പേപ്പർ അല്ലെങ്കിൽ വെല്ലം ഷീറ്റ് അങ്ങനെയൊക്കെ പറയും. ഇത് A3 A4 ഒക്കെ സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്കുലൻ പേപ്പർ എൻവലപ്പായിട്ടും യൂസ് ചെയ്യാം, പിന്നെ വെഡ്ഡിംഗ് കാർഡ് ഇൻവിറ്റേഷൻ കാർഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിന്ന് കാണിക്കുന്നത് വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ കാർഡ് ആയിട്ടുള്ള ഒരു കാർഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇതിൽ ഇവർക്ക് വേണ്ടത്, ഈ ഒരു കസ്റ്റമറിന് വേണ്ടത് ഈ ഒരു ട്രാൻസ്കുലൻ പേപ്പറിലുള്ള ഒരു വെഡ്ഡിംഗ് ഇൻവിറ്റേഷനും പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ 350 GSM ആർട്ട് പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് ഒരു കാർഡും 2 കാർഡായിട്ടാണ് വേണ്ടത്. അപ്പം ഞാൻ രണ്ടും A3 സൈസിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക, എങ്കിൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ് വീഡിയോസൊക്കെ ആയിട്ടാണ് നമ്മൾ വരിക. അപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എൻവലപ്പാണ്. അപ്പം എൻവലപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്രാഫ്റ്റ് പേപ്പറാണ്. അപ്പം ഒരു 220 GSM വരുന്ന ക്രാഫ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്കൊരു 170 GSM മുതലുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഇതിന് പകരം ചാർട്ട് പേപ്പർ, നല്ല ഹൈ ക്വാളിറ്റിയുള്ള ചാർട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതും നിങ്ങൾക്ക് വേണേൽ യൂസ് ചെയ്യുക. അതിൽ ചിലപ്പം ചില കളേഴ്സൊക്കെ ഫെയ്ഡിങ് ഇഷ്യൂ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാ കളേഴ്സും അല്ല, ചില കളേഴ്സ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ പ്രിൻറ്റിങ് ഷോപ്പിൽ നിന്ന് തന്നെയാണ്, അവരുടെ അടുത്തുള്ള ഷീറ്റാണ്. അപ്പം എല്ലാ ഷോപ്പിലും ഇത് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നോക്കിയിട്ടുള്ള 1-2 ഷോപ്പിൽ ഇങ്ങനത്തെ ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവർ തന്നെ ലേസർ പ്രിൻറ്റിങ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് ചെയ്ത് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നമ്മുടെ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 5-7 ഇഞ്ചാണ്. അപ്പം ആ ഒരു സൈസിലാണ് ഇപ്പം ഞാൻ ഈ ഒരു കാർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ A3 ആ ഒരു സൈസിൽ 5 കാർഡാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുക ഒരു ഷീറ്റിൽ. അപ്പം ഇതിലും കൂടെ കുറച്ചുകൂടി വലിയ സൈസിൽ കാർഡും ചെയ്യും. അപ്പോൾ ചില കസ്റ്റമേഴ്സ് കുറച്ച് വലിയ കാർഡ് വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പം അത് ഒരു ഷീറ്റിൽ നമുക്ക് 4 എണ്ണമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ കാർഡിനെയും സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കും അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റും ഒക്കെ തന്നെ. പിന്നെ ഇതിൽ ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഇതിലുള്ള ഓരോ കാർഡിൻ്റെയും സൈസ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറയുന്നത് 5-7 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാൻ ഈ കാർഡൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേപ്പർ വെഡ്ഡിംഗ് കാർഡ് മാത്രമായിട്ടല്ല, എൻവലപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻവലപ്പായിട്ട് ചെയ്യുമ്പോൾ ഫ്ലോറൽ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ് അധികം വരും ഇതിന്. പിന്നെ അല്ലാതെ പ്ലെയിൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രമേ വരുള്ളൂ. മറ്റേത് ആ ഒരു പ്രിൻറ്റിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വരും ഒരു കാർഡിൻ്റെ റേറ്റ് വരുന്ന സമയത്ത്. കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിനേക്കാളും കൂടുതൽ പേപ്പർ ആവശ്യമായിട്ടുണ്ട് നമ്മൾ എൻവലപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഓരോ ഡിസൈനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എൻവലപ്പ് ഷീറ്റിനെയും കാട്ടിനും കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ പ്ലെയിൻ ഷീറ്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രിൻറ്റിങ് കോസ്റ്റും കൂടെ വരുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് എൻവലപ്പ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ വെച്ച് എൻവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വരുമ്പം അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് കാർഡ് എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡാണ്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് തന്നെ ഉണ്ടാകും. അപ്പം ചില കസ്റ്റമേഴ്സൊക്കെ ഇത്രയൊക്കെ റേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ ഇതിന് നല്ലതായിട്ട് റേറ്റ് വരുന്നുണ്ട്.
അപ്പോൾ ഏകദേശം ഒരു ഇൻവിറ്റേഷൻ കാർഡിന് വേണ്ട ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 30 രൂപ മുതൽ 40 രൂപ വരെ ഓരോ കാർഡിൻ്റെ അതിൻ്റെ GSM ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റേറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആലോചിച്ചാൽ അറിയാം. പിന്നെ അതിൻ്റെ കൂടെ കാർഡിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റും പിന്നെ അതിന് വേണ്ട റിബണോ അല്ലെങ്കിൽ സീലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം ഏകദേശം അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ എത്ര വരും എന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാം. കാരണം പ്രിൻറ്റിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇതുപോലൊരു ഷീറ്റിൽ ചെയ്യുന്ന സമയത്ത് നോർമലി സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു 9 രൂപ അല്ലെങ്കിൽ 10 രൂപ 8 രൂപ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഓരോ ഷോപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ക്വാളിറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു റേഞ്ചിലാണ് പ്രിൻറ്റിങ് കോസ്റ്റ് മാത്രമായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് ബൾക്കൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുക. അപ്പം അധികം ബൾക്കല്ലാത്ത ചെറിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നമുക്ക് ഈ പ്രിൻറ്റിങ് കോസ്റ്റ് ആണെങ്കിലും ഒന്നും അത്ര ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രിൻ്റ് എടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പം അതല്ലാതെ വീട്ടിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ ആണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമുക്ക് അത്രയും ഒരു റേറ്റിൽ നമുക്കും കിട്ടുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയാലേ ഉള്ളൂ ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള കാർഡിൻ്റെ വീഡിയോ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലും പിന്നെ നമ്മൾ എൻവലപ്പ് ഇതെന്ന് പറയുന്നത് നോർമൽ പേപ്പറല്ല, ഇതിൽ ചെറിയൊരു ടെക്സ്ചറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം കുറച്ച് ടെക്സ്ചറൊക്കെ വരുന്നൊരു ടൈപ്പ് പ്രീമിയം ടൈപ്പ് പേപ്പറാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് പിന്നുള്ള പണി എന്ന് പറയുന്നത് നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട കാർഡിൻ്റെ രീതിയിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ്സ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. നമുക്ക് കുറച്ച് നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഓരോ കാർഡും ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ പെട്ടെന്നുള്ള ഓർഡറൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, എനിക്കും ഉണ്ടാവാറുണ്ട്. അതൊക്കെ വെച്ചാൽ ഡേയും നൈറ്റും ഒരുമിച്ചിരുന്ന് നമ്മൾ ചെയ്യാമെന്ന് പറയില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടാണ് അത്രയും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ബേർഡൻ തന്നെയാണ്. നമുക്ക് സ്ലോലി ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്കൊരു സമാധാനവും ഒക്കെ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ഉറക്കൊഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പെട്ടെന്നുള്ള ഓർഡറൊക്കെ ആകുമ്പോൾ. പിന്നെ എനിക്ക് കുറേ മെസ്സേജസ് വരാറുള്ളത് നമ്മൾ എത്രയാണ് ഓരോ കാർഡിനും പ്രൈസ് ഇടുക, എനിക്കിങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ല എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ഒരു കാർഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരലുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും ഒരു എന്താ പറയുക ഒരു കാർഡിൻ്റെ പ്രൈസ് ഇത്ര ഇടണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ സ്ഥലത്തേക്കും ഓരോരുത്തർക്കും പ്രിൻറ്റിങ് കോസ്റ്റും പിന്നെ ഇതിൽ കിട്ടുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു കാർഡ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഒരു കാർഡിന് വേണ്ടി എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്താ പറയുക ഈ ഓരോ കാർഡിന് പ്രൈസ് പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാർഡ് എൻ്റെ ഒരു ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു 14, 16 ആ ഒരു റേഞ്ചിലൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും എഫേർട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് വരുന്ന വെഡ്ഡിങ് കാർഡിൻ്റെ ഒരു റേറ്റാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഓരോ കാർഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കാർഡ് ചെയ്യാൻ പറ്റും. പ്രിൻറ്റിങ് പ്രസ് എന്നൊക്കെ നമ്മൾ നോർമൽ കാർഡ് ചെയ്യുന്നില്ല അതുപോലെ ചെയ്യുകയാണെങ്കിലും അതിൽ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കുറേ ആൾക്കാർ ഈ പ്രിൻറ്റിങ് പ്രസ്സിലൊക്കെ നമ്മൾ ചെയ്ത കാർഡ് പോയി ചോദിച്ചിട്ട് ഇവിടെ എത്ര റേറ്റേ ഉള്ളല്ലോ എന്നുള്ള മട്ടിലൊക്കെ മെസ്സേജസ് വരാറുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് അവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലരതൊക്കെ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ചിലവരൊക്കെ കാർഡിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇത്രയും ഭയങ്കര റേറ്റാണ് ഇടുന്നതെന്നൊക്കെ പറയലുണ്ട്. അതൊക്കെ വെച്ചാൽ അവരത്രയും റേറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മെറ്റീരിയലും അത്ര ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ അവരുടെ എല്ലാം പ്രിൻറ്റിങ്ങും ഒക്കെ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് അവർക്കും പറയാൻ പറ്റുള്ളൂ. കാരണം പ്രിൻറ്റിങ് കോസ്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ള പ്രിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രിൻറ്റിങ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു വെഡ്ഡിങ് കാർഡിൻ്റെ ഫിക്സഡ് റേറ്റ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം റേറ്റൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ പ്രിൻറ്റിങ് എത്ര വരും, ഒരു 100 ഷീറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഒരു പ്രിൻറ്റിങ് കോസ്റ്റ് വരിക, എത്രക്ക് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിന് വരുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെയും ഒക്കെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് പറയണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.